ഹായ് ഓൾ അഗെയിൻ ഹാപ്പി മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ക്ലാസ്സിലാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ 2025 പുതിയ അമേസിങ് ഇയർ ആക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടും പലപ്പോഴും അത് സ്റ്റക്കായി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നില്ല. എഴുതുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾ ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്കതിൽ കറക്റ്റായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷവും ചെയ്തതാണ്, എനിക്ക് അത് എല്ലാം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ എക്സ്ക്യൂസാക്കി മാറ്റുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് 2025 ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത് എന്ന് നിങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ 2024 നമ്മളോട് വിട പറഞ്ഞു. ഈ വിട പറഞ്ഞ നിമിഷത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 2024 ഒരു അമേസിങ് ഇയർ എനിക്ക് തന്നു. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ഇയർ എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ 2024 എന്നുള്ള വർഷം എനിക്ക് വേണ്ടി മാത്രം കിട്ടിയതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളെക്കാളും കൂടുതൽ, അതായിരിക്കും കൂടുതൽ, എന്നാലും അത് കാണാതെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് കണ്ണുപിടിച്ച് നോക്കിക്കേ. അതായിരിക്കും നിങ്ങൾ ആ ഇയറിൻ്റെ പവർഫുള്ളായിട്ട് ഇയറാക്കി മാറ്റിയത്. ഒരു ദിവസമാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ മറക്കാൻ പറ്റാത്ത ദിവസമായിട്ടുണ്ടാവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മളെ 2024. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ നിമിഷം എന്നെ കേൾക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അതിനെ കേൾക്കുക, അതിനെ മനസ്സിലാക്കുക. ആ 2024 നിങ്ങൾക്ക് കിട്ടിയ ആ അനുഗ്രഹത്തെ ഒന്ന് ഒന്ന് കണ്ണോടിച്ചിട്ട് ഒരു താങ്ക് യു പറയുക, ആ ഒരു നിമിഷം എനിക്ക് ലഭിച്ചതിന്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ 2025 അതിലും ഡബിൾ ആൻഡ് ട്രിപ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2025 ഒരു ഡിസംബർ 31 ആകുമ്പോഴത്തേനും നിങ്ങൾ എവിടെ ആയിരിക്കണം, നിങ്ങൾ എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് അറിയുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ നിൽക്കുമ്പോൾ 2025 ഡിസംബർ 31 നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ 2025 മൊത്തമായിട്ട് കാണുന്ന സമയത്ത്, എനിക്ക് എന്തെല്ലാം ഞാൻ നേടിയെടുത്തു, ഞാൻ എന്തെല്ലാം നേടിയെടുത്ത വ്യക്തിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ 2025 നേടിയെടുത്തിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയണം സ്പെസിഫിക് ആയിരിക്കണം എന്നല്ലേ. സ്മാർട്ടായിരിക്കണം. എന്താണ് സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുന്നത്? എന്താണ് ആ ഗോള്? സ്മാർട്ടായിരിക്കണം. ആ സ്മാർട്ടായിരിക്കണം എന്നുള്ളതിനാണ് എസ്, സ്പെസിഫിക്. എം എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കണം. പിന്നെ എ, അച്ചീവബിൾ ആയിരിക്കണം. ആറ്, റിയലിസ്റ്റിക് ആയിരിക്കണം, അല്ല റെലവൻ്റ് ആയിരിക്കണം. പിന്നെന്താ? ടി, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. അതാണ് ടൈം. എന്താണ്? നമ്മൾ 2025 ഡിസംബർ 31 ഉള്ളിൽ. അപ്പോൾ നിങ്ങളൊരു കാർ വാങ്ങാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ ഇന്ന മോഡൽ, ഇന്ന കളറ്, ഇന്ന കമ്പനീൻ്റെ കാറാണ് നിങ്ങൾ. അതിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിക്ക് മാത്രമായിരിക്കുമല്ലോ. ഇന്ന മോഡൽ, ഇന്ന കളറ് കാറ് ഞാൻ ഇന്ന ഡേറ്റിൽ വാങ്ങും. എൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്, അല്ല ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തറയിടൽ, അല്ല ഇത്ര സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡഡ് ഡ്രസ്സ്, ഇന്ന കളറിലുള്ള ഇന്ന ബ്രാൻഡഡ് ഡ്രസ്സ്, ഇന്ന ചപ്പലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നതായിരിക്കും, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഒരു യാത്ര ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ യാത്ര പോയി, ഇത്ര രാജ്യങ്ങൾ ഞാൻ യാത്ര പോയി, ആ സ്പെസിഫിക് ആയിട്ട് ആ രാജ്യം ഇത്ര കൺട്രീസിൽ ഞാൻ യാത്ര പോകാൻ പറ്റി. മന്ത്ലി എനിക്ക് ഇത്ര എത്ര എമൗണ്ടാണെന്ന് ചെയ്താൽ മന്ത്ലി എനിക്കൊരു 10,000 രൂപ, അല്ലെ മന്ത്ലി 1 lakh rupees എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി. മനസ്സിലായോ? എനിക്ക് എൻ്റെ ഫാമിലിയോടൊത്ത് നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഫാമിലിയോടൊത്ത് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ഫാമിലിയോടൊത്ത് ഞാൻ ഇന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു, എൻ്റെ ഫാമിലിയോടൊത്ത് ഞങ്ങൾ ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു, എൻ്റെ ഫാമിലിയോടൊത്ത് ഞങ്ങൾ ഒരു ഞാനും എൻ്റെ ഫാമിലി അടങ്ങുന്ന ഒരു ചെറിയൊരു സ്മോൾ ആയിട്ടുള്ള നിങ്ങൾ സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലങ്ങൾ എഴുതാം.
എൻ്റെ ഫാമിലിയോടൊത്ത് ഞങ്ങൾ എന്നും ഒരു അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ട്. എൻ്റെ ഫാമിലിയോടൊത്ത് ഞങ്ങൾ എന്നും അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ട്. എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ എന്നും അരമണിക്കൂർ കളിക്കാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നും ഞാൻ എൻ്റെ ഫാമിലി ടൈം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ക്വാളിറ്റി സമയം ഞാൻ മാറ്റി വെക്കാറുണ്ട്. എൻ്റെ ബിസിനസ്സിനെ എനിക്ക് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ബിസിനസ്സിനെ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനും ആക്ടിവിറ്റീസും ആക്ഷനും എൻ്റെ സ്റ്റാഫിന് നൽകാൻ പറ്റി. എൻ്റെ ബിസിനസ്സിനെ എനിക്ക് 100 അല്ല 1 CR ടേൺ ഓവറിലേക്ക് എത്തിക്കാൻ പറ്റി. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഗോൾ എഴുതുക. ആ 2024-31 നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക. എഴുതുന്ന ഈ ഒരു കാര്യം ഡെയിലി നിങ്ങൾ ആ ഫീലിങ്ങോട് കൂടി എഴുതിക്കേ നിങ്ങൾ ഇതിലേക്ക് എത്താനുള്ള ഒരു ഈസി വേ ആണെന്ന് ഞാൻ പറയും. ഇന്ന് മുതൽ നിങ്ങൾ ഇത് എഴുതിയാൽ നിങ്ങൾ പകുതി നിങ്ങൾ അച്ചീവ് ചെയ്തു. ഇനി ഇത് ഡെയിലി നിങ്ങൾ ഒരു ഹാബിറ്റാക്കി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് സക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ ലൈഫിൽ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ എന്താണെന്ന്, ഞാൻ ആരാണെന്ന്, ഞാൻ ഈ ലോകത്തോട് എന്താണ് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ആരാണെന്ന്, ഞാൻ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത്, ഈ സമൂഹത്തിലേക്ക് ഞാൻ ഇതൊക്കെ നൽകുന്ന സമയത്ത് ഞാൻ കീപ്പ് ചെയ്യേണ്ട എൻ്റെ വാല്യൂസ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ വാല്യൂസ് ഇതിനെ ശക്തമായിട്ട് മുറുകെ പിടിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും, ഞാൻ എത്ര ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഇത് നേടിയെടുത്തേ പറ്റും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കണം. മനസ്സിലായോ? അങ്ങനെ വേണം നിങ്ങളെ ഗോളിലേക്ക് ചെയ്യാൻ. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വേണമല്ലാവാം. ഒരു ഡ്രിഫ്റ്റർ ആവാം, അല്ലെങ്കിൽ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പറയുന്നതനുസരിച്ച് മൂവ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ എൻ്റെ ഗോള് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നമ്മളെ ഗോളിലേക്ക് ഇങ്ങനെ തുഴയുന്ന ഒരു നാവിഗേറ്റർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്ത അച്ചീവർ ആവാം. എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആളുകൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഗോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന, പ്രയോറിറ്റീസ് ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്നും നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറുള്ളൂ. ഒരിക്കലും നിങ്ങൾ അച്ചീവ് ചെയ്യൂല. അതേസമയം നിങ്ങൾ ആ ഗോളിലേക്ക് വേണ്ടി ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഞാൻ ഇന്ന് എൻ്റെ ഗോളിലേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗോളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് എനിക്കൊരു ഈ കല്യാണം എൻ്റെ ഗോളിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ സമയം കുറേ നഷ്ടപ്പെടുത്തുന്നതാണോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇവിടെ പോയാൽ ലഭിക്കില്ല, വെറുതെ വേസ്റ്റാണ് എങ്കിൽ അത് കട്ട് ചെയ്യുക. പല കാര്യങ്ങളും നിങ്ങൾ കട്ട് ചെയ്യുക. ആവശ്യമുള്ളത് മാത്രം ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ തോട്ട് എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം നമ്മളെ തോട്ടിനെ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് റിയാലിറ്റിയായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയ ഗോൾ ഡെയിലി സ്ക്രിപ്റ്റ് എഴുതണമെന്ന് പറയുന്നത്, അന്ന് രാവിലെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുക, ഇന്ന് എൻ്റെ ഗോൾ ഇതാണ്, ഞാൻ ഇതിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളെ മനസ്സ് നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഇതെനിക്ക് വേണ്ടാത്തതല്ലേ, ഇതെൻ്റെ ഗോളിലേക്ക് വേണ്ടതല്ലല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളത് ചെയ്യില്ല. അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഗോളിന് വേണ്ടിയിട്ടുള്ളതാണോ, പുതിയ എന്തെങ്കിലും ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളെ ഗോളിനെ തടസ്സപ്പെടുത്തുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നവരാണോ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. എപ്പോഴും ആക്ഷനായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് മാത്രമല്ല. ഇത് ഞാൻ പറഞ്ഞു റിയലിസ്റ്റിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ള റിയാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2025 ഡിസംബർ 31 നിന്നിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് നേടിയെടുക്കാൻ പറ്റി എന്നുള്ള ക്ലാരിറ്റി. അടുത്തതെന്താണ്? ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു ക്ലാരിറ്റിയോടുകൂടി നോക്കണം. എങ്ങനെയാണ് ഞാൻ ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ നാട് വയനാട് ഭാഗത്തായതുകൊണ്ടല്ല കേട്ടോ ഞാൻ എപ്പോഴും എക്സാമ്പിൾ വയനാടിൻ്റെ പറയുന്നത്. ഞാൻ പറയാണ്, നിങ്ങളൊരു വയനാടോ മൂന്നാറോ അല്ലെങ്കിൽ കുളു മണാലി എവിടെയാണെങ്കിലും നിങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാറിൽ പോവുകയാണ്. നിങ്ങൾ കാറിൽ പോകുമ്പോൾ എത്ര ഭംഗിയുള്ള നല്ല ബെൻസോ ഓഡിയോ BMW എന്തെന്നെ ആയിക്കോട്ടെ, എത്ര വിലപിടിപ്പുള്ള കാറായിരിക്കോട്ടെ, എത്ര ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ,
എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ചുറ്റും മുമ്പിൽ നിറച്ച് ഫോഗ്, നല്ല കോടയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല സെൻസിറ്റീവായിട്ടുള്ള നല്ല ലൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കാൻ പറ്റുമോ? നല്ല മൂടലുള്ള കോട നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ സ്ലോയിൽ പതുക്കെ ഡ്രിം ലൈറ്റ് ഒക്കെ ഇട്ട് പിന്നെ പതുക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? എത്ര തന്നെയാണെങ്കിലും എത്ര ഭംഗി, അപ്പം നിങ്ങൾ എത്രത്തോളാണെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട സാധനത്തെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതാണ് ക്ലാരിറ്റി. അവിടെയാണ് ക്ലാരിറ്റി വരുന്നത്. എന്തെന്നെ നിങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാലും മുമ്പോട്ടുള്ള യാത്ര ആ പ്ലാൻ ചെയ്ത കാര്യത്തെ ഞാൻ പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അവിടെയാണ് നിങ്ങളെ ക്ലാരിറ്റി വരുന്നത്. അങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് നേടി എന്നുള്ളതാണ്. അതിൻ്റെ ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് എന്നുള്ളത് ശരിക്കും നമ്മൾ ഒരു വ്യക്തിയെ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ഹാബിറ്റ് എന്താണെന്നുള്ളത്. ഒരു തടിച്ച വ്യക്തിയെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അയാൾ എത്രത്തോളം ഫുഡി ആയിട്ടുള്ള വ്യക്തിയാണെന്നോ, അല്ലെങ്കിൽ അയാളെ ഹാബിറ്റ് എന്താണ്, അയാളെ നേച്ചർ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു പേഴ്സണെ കണ്ടാൽ മനസ്സിലാവും. ചില വ്യക്തിയെ കണ്ടാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ കാണും. അപ്പോൾ ആ വ്യക്തിയുടെ ഹാബിറ്റ് എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളാണ് നമ്മളെ റോൾ മോഡൽ. നമ്മളാണ് നമ്മളെ റോൾ മോഡൽ ആക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ ബി പവർഫുൾ ആൻഡ് നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്താണോ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഇന്ന് മുതൽ നിങ്ങൾ ആക്ട് ചെയ്യുക. നിങ്ങൾ നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയായിരിക്കണം, നല്ലൊരു ബിലീഫ് ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം, നല്ലൊരു ഹാബിറ്റുള്ളൊരു വ്യക്തിയായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ ഈസി ആയിരിക്കും. നിങ്ങളുടെ ഹാബിറ്റും നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അല്ല നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കൾച്ചറൊക്കെയാണ് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുന്നതും നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് മിനുക്കാൻ ഉതകുന്ന സാധനം ഈ ഹാബിറ്റും ക്യാരക്ടറും ബിഹേവിയറും നിങ്ങളുടെ കൾച്ചറൊക്കെയാണ്. ഇതിനെ നിങ്ങൾ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡേ ബൈ ഡേ നിങ്ങൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ കാണുന്ന വിഷനിലെ നോക്കിക്കാണുക എന്നുള്ളതാണ്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? അതിലെത്തിച്ചേരും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കടുകമണിൻ്റെ വലുപ്പത്തിൽ പോലും അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ എഴുതി വെച്ചെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിട്ട് ഇത് ഞാൻ നേടുമെന്ന് പൂർണ്ണമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. വിശ്വാസത്തോടുകൂടി. എന്താണ്? വിശ്വാസത്തോടുകൂടി. വിശ്വാസം. ഒരു കടുകുമണിൻ്റെ അംശത്തിൽ പോലും അവിശ്വസിക്കാതെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. മൈ യൂണിവേഴ്സിന് നിങ്ങളിത് സറണ്ടർ ചെയ്ത് നിങ്ങൾ ലെറ്ററൊക്കെ എഴുതി നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിച്ചതാണ്, ഇതെനിക്ക് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെ എന്നുള്ള വിശ്വാസത്തോടു കൂടി എന്തൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. ആ വിശ്വാസത്തോടു കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ നിങ്ങളാണ് നിങ്ങളെ ഗോളിൻ്റെ ഉടമ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 2025 ഗോള് തന്നെയാണ്. കാരണം ഇത് നേടിയെടുത്താലാണ് ബാക്കി നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ 2025 നിങ്ങൾ ഗോള് തന്നെയാണ്. അത് അച്ചീവ് ചെയ്യണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അതിൻ്റെ അതോറിറ്റി, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കുക. അതിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പല ആളുകൾക്കും പറ്റില്ല. അതാണ് നമ്മളെ 1-2 ദിവസം ചെയ്തിട്ട് പിന്നെ നിർത്തിവെക്കുന്നത്. അതിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുക. എന്നെ എന്നും 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും അലാറൊക്കെ വെക്കും ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പം നിങ്ങൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വേറെ ഒരാളെയും കൂടെ ഏൽപ്പിക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു കർത്തവ്യം നിങ്ങളുടെ അമ്മേനെ ഏൽപ്പിക്കുക, അല്ലെ വൈഫിനെ ആവാം, അല്ലെ മകളെ ആവാം. മകളെ എന്നെ 5 മണിക്ക് ഒന്ന് എഴുന്നേൽപ്പിക്കണേ, എന്നെ ഒന്ന് വിളിക്കണേ, എന്നെ ഓർമ്മിപ്പിക്കണേ. അവർക്കും കൂടെ ആ ഒരു ഉത്തരവാദിത്വം കൊടുക്കുക. അവർ വിളിച്ചോളും. അപ്പം നിങ്ങൾ അലാറം വെക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാലും അവർ വിളിക്കും. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ ഒന്നും കൂടെ ഊക്കുണ്ടാവും. 21 ദിവസം നിങ്ങൾ അല്ലെങ്കിൽ ഒരു 41, 90 ഒന്നും ഞാൻ പറയുന്നില്ല,
നിങ്ങൾ മറക്കാതെ, നിങ്ങൾ ബ്രഷ് ചെയ്യാൻ ഇപ്പോൾ മറക്കുന്നില്ലല്ലോ, ബ്രഷ് ചെയ്യാൻ മറക്കാത്തതുപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നാണോ ഇത് നിങ്ങൾ ആരും ഉണർത്താതെ ഒരു അലാറവും ഇല്ലാതെ നിങ്ങൾ എന്ന് മുതലാണോ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത്, അതുവരെയാണ് നിങ്ങളെ ഹാബിറ്റായിട്ട് മാറാനെടുക്കുന്ന സമയം. അത്രയും ദിവസമാണ് നിങ്ങൾക്ക് അതൊരു ഹാബിറ്റായിട്ട് എടുക്കാൻ എത്തുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്ന നിമിഷമാണ് നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റേതായ സമയം കൊടുക്കണം. സമയം കൊടുത്ത് ആ ഡിസിഷൻ എടുത്ത് മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. സത്യമാക്കി മാറ്റാൻ, നമ്മളെ ജീവിതത്തിലെ സത്യമാക്കി മാറ്റാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് നിങ്ങൾക്കാണ്. ഫൈനലി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ജീവിതത്തെ റിയാലിറ്റിയാക്കി മാറ്റാൻ, നിങ്ങളെ ജീവിതത്തെ ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാൻ, നിങ്ങളെ ജീവിതം എന്താണോ അതാക്കി മാറ്റാൻ ഒരാൾക്ക് ഈ ലോകത്ത് പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ധൈര്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു ഇയറിനെ കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് അച്ചീവ് ചെയ്യാതെ പോവില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഇയർ ഉണ്ടാവട്ടെ, നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് അമേസിങ് ആയിട്ടുള്ള ഒരു ഇയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ മൈറ്റി. താങ്ക് യു യൂണിവേഴ്സ്.